ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഈ വീക്കെൻഡിൽ നമ്മൾ നിച്ചിനെയും കൊണ്ട് പാർക്കിൽ വന്നേക്കാണ് കേട്ടോ. പാർക്കിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്ന് പോകാൻ ഭയങ്കര മടിയാണ്, കൊണ്ടുപോകാൻ നല്ല ബുദ്ധിമുട്ടുമാണ്. പിന്നെ അവൾ ഇവിടെ വരുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പം അത് കാണുമ്പോൾ നമുക്കും ഭയങ്കര സന്തോഷം. അതുകൊണ്ട് എല്ലാ വീക്കെൻഡും അവളെ പാർക്കിൽ കൊണ്ടുവരും. ഇവിടെ വന്നാൽ റൈഡിൽ കളിക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. അവൾക്ക് ഇങ്ങനെ നടക്കണം എന്നുള്ളൂ. അവളുടെ കൂടെ നമുക്കും നടക്കാം. അതൊക്കെയാണ് അവളുടെ ഹാപ്പി. ഈ പാർക്കിൽ കുറേ കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെള്ളം വരുമ്പോൾ പിള്ളേരെല്ലാവരും ഇതിലിങ്ങനെ ഓടി നനച്ച് കുളിക്കുവാണ്. അവിടെ പാരൻസൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കാണ്ട് ഒരു കുളിക്കണയൊക്കെ കാണാനായിട്ട്. അപ്പോൾ ഇങ്ങനെ വെള്ളം ഒരു ടൈം ആകുമ്പോൾ ഇങ്ങനെ വരുമ്പോൾ പിള്ളേരെല്ലാവരും അതിൻ്റെ ചോട്ടിൽ പോയിട്ട് ഇങ്ങനെ കുളിയാണ്. ഈ വെള്ളം കണ്ടപ്പോഴേക്കും നിച്ചു അവിടെ നിന്ന് ഓടി വരണ്ട കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാനായിട്ട് ഫസ്റ്റ് നടന്നു. ചേട്ടൻ നിച്ചു ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. നിച്ചിന് വെള്ളം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വെള്ളം കണ്ടപ്പോഴേക്കും വെള്ളാന്നും പറഞ്ഞ് ഓടി വരുമായിരുന്നു. നെക്സ്റ്റ് ഡേ നമ്മൾ അബുദാബി സിറ്റിയിലുള്ള മദീന സയ്യിദിൽ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പുതിയൊരു മിക്സി വാങ്ങാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഓൾറെഡി കുറേ ദിവസമായി മിക്സി വാങ്ങാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വീക്കെൻഡ് എന്തായാലും വാങ്ങാമെന്ന് വിചാരിച്ചു. നമ്മുടെ പഴയ മിക്സി ഒട്ടും വർക്കാവാതെ തുടങ്ങിയിട്ടോ. അപ്പോൾ എന്തായാലും ഈ വീക്കെൻഡ് മിക്സി പുതിയത് വാങ്ങിച്ച് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ വന്ന് കുറച്ച് ഐറ്റംസ് പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു, വീട്ടിലേക്ക് ആവശ്യമുള്ളത്. അതൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ മിക്സി നോക്കാനായിട്ട് ലുലു കണക്റ്റിലേക്ക് പോകണം. അപ്പോൾ ഇത് ഫസ്റ്റ് ഫ്ലോറിലാണെങ്കിൽ സെക്കൻഡ് ഫ്ലോറിലാണ് ലുലു കണക്റ്റ്. അപ്പോൾ അവിടെ നമ്മൾ പോയിട്ടുണ്ട്. അപ്പോൾ കുറേ മിക്സികളുണ്ടായിരുന്നു. അപ്പോൾ ഏത് ബ്രാൻഡ് വേണമെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ചേട്ടൻ. അങ്ങനെ നമ്മൾ പാനാസോണിക്കിൻ്റെ മിക്സി ആയിരുന്നു കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. കുറേ മിക്സികളുണ്ടായിരുന്നു. അപ്പം അതിൽ കുറേ നമ്മൾ നോക്കി ഓഫറൊക്കെ നോക്കിയിട്ടൊക്കെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അച്ഛനും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്നാൽ പിന്നെ മേത്തിരിക്കണ ഒട്ടും ഇഷ്ടമുള്ള അവൾക്ക് താഴെ ഇറങ്ങി നടക്കണം. അപ്പോൾ അവളെ നടന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം വലിച്ചിട്ടാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവളെ ഒക്കെ തന്നെ വച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം എൻ്റെ അടുത്ത് ഇങ്ങനെ ഇരുന്നുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞപ്പോഴേക്കും ആൾ താഴെ നടന്ന് മിക്സിയുള്ള നമ്മുടെ ട്രോളിയൊക്കെ ഉരുട്ടി നടക്കുമായിരുന്നു. അപ്പോൾ കുറച്ച് നേരം ഞാൻ അവളിങ്ങനെ ഹാൻഡിൽ ചെയ്തു മേത്തിരുത്തി. നമ്മളിങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരുന്ന ആൾ നമ്മുടെ മേത്തിരിക്കും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ആളവിടെ ഇങ്ങനെ ഓടി നടന്ന് എല്ലാം വലിച്ചെടുക്കും. നമ്മൾ ഈ മിക്സിയുടെ വൈറ്റ് കളറായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ മിക്സി അല്ലായിരുന്നു ഫസ്റ്റ് കാണുന്ന മിക്സിയുടെ വൈറ്റ് കളറായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഈ മിക്സിയാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നെച്ചു താഴെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നെച്ചിനെ പിടിച്ചാൽ കിട്ടൂല കേട്ടോ. ഫുള്ളിങ്ങനെ ഓടി നടക്കുമായിരുന്നു. ആ ട്രോളിയൊക്കെ പിടിച്ച ആൾ അവിടുത്തെ ആ സെയിൽസ്മാൻ ആണെങ്കിലും അവളോട് ഭയങ്കര കമ്പനിയായിരുന്നു കേട്ടോ. പണ്ട് ആളുകളെ കാണുമ്പോൾ അവൾ ഭയങ്കര കരച്ചിലായിരുന്നെങ്കിൽ ഇപ്പോൾ അവൾക്ക് അങ്ങനെയൊന്നുമില്ല. എല്ലാവരെയും കാണുമ്പോൾ അവളിപ്പോൾ മിങ്കിൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ആളിങ്ങനെ ഓടി നടന്ന് കളിക്കുന്നുണ്ട്. കുറച്ച് നേരമൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്തു. പിന്നെ ഒട്ടും പറ്റാതെ ഇപ്പോൾ ഞാൻ അവളെ എടുത്തു കേട്ടോ. കണ്ട ചേട്ടൻ എടുത്തിട്ടും അവൾ സമ്മതിക്കുന്നില്ല. താഴെ ഇറങ്ങി ആ ട്രോളി വലിച്ച് കളിക്കാനാണ് ആൾക്ക് ഏറ്റവും ഇഷ്ടം. പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഡ്രസ്സിൻ്റെ ഏരിയയിലൊക്കെ പോയി നോക്കും. നെച്ചിനുള്ള കളക്ഷൻസൊക്കെ കുറേ ഉണ്ടോ എന്ന് നോക്കും. നെച്ചിൻ്റെ ഡ്രസ്സുകളൊന്നും എനിക്ക് ഒരുപാട് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പിന്നെ എനിക്ക് കുറച്ച് കുർത്തി നോക്കാമെന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ ലേഡീസിൻ്റെ സെക്ഷനിലേക്കും പോയി. കിഡ്സിൻ്റെ സെക്ഷനിൽ എനിക്ക് അത്രയ്ക്ക് കളക്ഷൻ ഫീൽ ചെയ്തില്ല. നെച്ചിന് കുറച്ച് ഡ്രസ്സ് വാങ്ങണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ നമ്മൾ എടുത്തിട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ ഓണത്തിൻ്റെ സമയമായതുകൊണ്ട് കുർത്തീസിന് കുറച്ച് ഓഫർ കണ്ടുകൊണ്ട് ഞാൻ അവിടെ പോയി കുറച്ച് നോക്കി. പക്ഷേ നാട്ടിലുള്ള കളക്ഷൻ വെച്ച് നോക്കുമ്പോൾ ഇവിടെ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഒരുപാട് നല്ല റേറ്റും ഉണ്ടായിരുന്നു. പക്ഷേ അത്രയ്ക്കൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നിയില്ല കുർത്തീസ് നോക്കിയിട്ട്. ഞാൻ പിന്നെ ഒന്നും എടുത്തിട്ടുണ്ടായില്ല. നാട്ടിൽ പോകുമ്പോൾ വാങ്ങാമെന്ന് വിചാരിച്ചു. കണ്ടിട്ട് ഒന്നും മനസ്സിന് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഒരു വെറൈറ്റി മോഡലൊക്കെയാണ് ഞാൻ നോക്കിയത്. പക്ഷേ ഇത് കോമൺ മോഡൽസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായത്. അതുകൊണ്ട് ഞാൻ എടുത്തില്ല കേട്ടോ. നിച്ചുനും എനിക്കും വാങ്ങിച്ചിട്ടുണ്ടായില്ല. അപ്പം നമുക്ക് വേറെ ദിവസം പർച്ചേസിങ്ങിന് ഇറങ്ങാമെന്ന് വിചാരിച്ചു ഡ്രസ്സ് എടുക്കാനായിട്ട്. അപ്പോൾ ഇവിടെ നിന്ന് എടുത്ത് Ready,
നമ്മുടെ ഇന്നത്തെ ഷോപ്പിംഗ് ഒക്കെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നിച്ചു കാറിൽ ഭയങ്കര ആക്റ്റീവായിട്ട് ഇരിക്കുന്നുണ്ടോ, ഞാൻ വിചാരിച്ചു ഉറങ്ങുമെന്ന്. പക്ഷെ അവൾ ഉറങ്ങിയില്ല കേട്ടോ. വീട്ടിൽ ചെന്നിട്ടായിരുന്നു ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ഡേ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഡീർഫിൽ മാളിലായിരുന്നു വന്നിരുന്നത്. സൺഡേ ആയിരുന്നു. അപ്പോൾ അവിടെ മാക്സിൽ പോയിട്ട് കുറച്ച് ടീഷർട്ട് നോക്കാം, നിച്ചുനും കുറച്ച് ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചു. അന്ന് നമുക്ക് ലുലു പോയപ്പോൾ മര്യാദയ്ക്ക് ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായില്ലായിരുന്നല്ലോ. കളക്ഷൻ നമുക്ക് ഫീൽ ചെയ്യാത്തതുകൊണ്ട്, ചിലപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞുകൊണ്ട് സ്റ്റോക്ക് തീർന്നേക്കണോണ്ടായിരിക്കും ലുലുവിന് കിട്ടാതിരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ലുലുവിന് കിട്ടാറുണ്ട് നിച്ചുവിന് ഡ്രസ്സും. അപ്പോൾ ഇത്തവണ മാക്സിൽ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് 2 ടീഷർട്ട് എടുക്കണമായിരുന്നു. ചേട്ടൻ ഇപ്പോൾ എടുക്കുന്നില്ല, നാട്ടിൽ പോകുമ്പോൾ എടുക്കണുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് നിച്ചുവിനും കുറച്ച് ഡ്രസ്സ് പർച്ചേസ് ചെയ്യണമായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ മാക്സിലേക്കാണ് ഫസ്റ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ചാറ്റം വന്നിരിക്കുവാണ്. ചാറ്റം എന്ന് പറഞ്ഞു ചാറ്റം. മാക്സി പോയിക്കൊണ്ടിരുന്നപ്പോൾ അഡിദാസിൻ്റെ ഷോറൂമിൽ ഓഫേഴ്സ് ഉണ്ട്. അപ്പോൾ ചേട്ടൻ അങ്ങോട്ടേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചേട്ടനെ ഒരു ടീഷർട്ട് സെലക്ട് ചെയ്തു. പിന്നെ എനിക്കൊരു ടീഷർട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അഡിദാസിൻ്റെ ഷോറൂമിൽ കയറണം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായില്ല. ഓഫർ കണ്ടിട്ടാണ് കയറിയതെങ്കിലും നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു, നമുക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത് വാങ്ങിച്ചു കേട്ടോ. ട്രയൽ റൂമിൽ പോയിട്ട് നിച്ചുവിനെയും കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവൾ അവിടെ നിന്ന് ലാസ്റ്റ് ഇറങ്ങുന്നുണ്ടായില്ല കേട്ടോ. ഞാൻ കാണിച്ചുതരാം. അവൾ അവിടെ കിടന്ന് കാണിച്ച് കരഞ്ഞു കൂട്ടിയത്. സാധനം നമ്മൾ ഈ ഷോപ്പിൽ നിന്ന് അവൾ കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങിയത്. കുറച്ച് ടൈറ്റ് ആണോ എന്നൊരു തോന്നല്. അപ്പോൾ ഞാൻ മീഡിയം എടുത്തത്, ലാർജ് എടുത്ത് നോക്കാമെന്ന് വിചാരിക്കുന്നു. ലുക്ക് നല്ല ഇഷ്ടമുണ്ടല്ലേ, കൊള്ളാം. ചേട്ടനപ്പം എൻ്റെ ലാർജ് എടുക്കാനായിട്ട് പോയിരിക്കുവാണ്. പോകാം, മുത്തല്ലേ ഉപദ്രവിക്കുന്ന കണ്ടു. ഭയങ്കര ഉപദ്രവമാണ് നിച്ചു. ഷോപ്പിൽ നിന്ന് ഇറങ്ങിയ ആൾക്ക് കവറൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ആൾ കുറച്ച് ഓക്കെ ആയി. ഇടയ്ക്ക് ആൾക്ക് ചെറിയൊരു വാശിയൊക്കെ വരും. പിന്നെ നമ്മളത് ഹാൻഡിൽ ചെയ്ത് മാനേജൊക്കെ ചെയ്ത് കൊണ്ടടക്കുന്നു. കുറച്ച് ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്തു. മാക്സിൽ പോയിട്ട് 2-3 ടീഷർട്ടും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. നിച്ചോടെ ഒരു രക്ഷ ഉണ്ടായില്ല, ഓടി നടന്ന് എല്ലാം വലിച്ചിടുന്നു. ഞങ്ങളത് കുറച്ചൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചു. നിച്ചുവിനെ കൊണ്ട് ഒരു രക്ഷ ഉണ്ടായില്ല. നമ്മളൊരു കാരിഫോറിൽ പോയിട്ട് കുറച്ച് ഐറ്റംസ് വാങ്ങാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ ഷോപ്പിംഗ് കഴിഞ്ഞു കേട്ടോ. ഈ വീക്കെൻഡ് വ്ളോഗ് ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പം കുറച്ച് കാരിഫോറിലെ വിശേഷം കൂടി കഴിഞ്ഞിട്ട് നമുക്ക് സൈൻ ഓഫ് ചെയ്യാം. ഓക്കെ, ബൈ. ഐറ്റംസ് പർച്ചേസ് ചെയ്താൽ മതി. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം പോയിട്ട് കുറച്ച് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ചൊക്കെ നമ്മൾ വിട്ടുപോയ ഐറ്റംസ് പർച്ചേസ് ചെയ്യാനുണ്ട്. നമുക്ക് ചെറിയ ട്രോളി മതി. ഇപ്പം എന്താ പാവം പോലെ ഇരിക്കണേ. അവിടെ ചെന്നിട്ട് എന്ത് കുസൃതിയായിരുന്നു എന്നറിയോ, രക്ഷ ഉണ്ടായിരുന്നില്ല.
അപ്പം നമ്മുടെ വീക്കെൻഡ് വ്ളോഗ് ഇത്ര ഉണ്ടായുള്ളൂ. ഈ വീക്കെൻഡ് നമ്മൾ കുറച്ചധികം സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2-3 ദിവസം അടുപ്പിച്ച് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാനൊന്നും മറക്കരുത്. നമ്മുടെ ഫാമിലീനെ സപ്പോർട്ടും കൂടി ചെയ്യാം. നമ്മുടെ ഓണം വ്ളോഗ് കാണാത്തവരെല്ലാവരും പോയി ഓണം വ്ളോഗും കൂടി കാണാട്ടോ. ഇൻട്രസ്റ്റിംഗ് വ്ളോഗാണ്. ഒരു കുട്ടി ഓണം വ്ളോഗായിരുന്നു നമ്മുടെ. നിങ്ങളുടെ ഫാമിലി റിലേറ്റീവ്സിനൊക്കെ നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്തും കൂടിയും കൊടുക്കാം. അങ്ങനെ എല്ലാവരും നമ്മുടെ ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് ഉടൻ തന്നെ കാണാം. ഓക്കെ, ബൈ, സീ യു.